നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. കാസർഗോഡ് കളക്ടറേറ്റിലെ വെയർഹൌസ് തുറന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉൾപ്പെടെ പോളിംഗ് സാമഗ്രികൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി തുടങ്ങി. കാലിക്കടവ് ടൗണിൽ UDF പ്രചരണ പൊതുയോഗം നടന്നു. സംസ്ഥാനത്ത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ 100% സീറ്റുകളും UDF തൂത്തുവാരുമെന്ന് രമേശ് ചെന്നിത്തല. മഞ്ചേശ്വരം ബായാർ പദവിലെ ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ മരണം. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് 1 വർഷമാകാറായിട്ടും എന്ത് സംഭവിച്ചു എന്നറിയില്ലെന്ന് ആസിഫിന്റെ ഉമ്മ. കാസർഗോഡ് തോണിയിലേറിയും തെരഞ്ഞെടുപ്പ് പ്രചാരണം. പടന്ന ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി PC സുബൈദയ്ക്ക് വോട്ടഭ്യർത്ഥിച്ചാണ് പഴമയുടെ തനിമയുമായി പ്രചരണം നടന്നത്. ഒളിവിൽ കഴിഞ്ഞത് 11 വർഷം. ബലാത്സംഗ കേസിലെ പ്രതിയെ ലക്നൌവിൽ നിന്നും പിടികൂടി വിദ്യാനഗർ പോലീസ്. BJP ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡ് കുടുംബയോഗം നടന്നു. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കളക്ടറേറ്റിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെയർഹൌസ് തുറന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി തുടങ്ങി. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ K. ഇമ്പശേഖറിന്റെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് വെയർഹൌസ് തുറന്നത്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ K. ഇമ്പശേഖറിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെയർഹൌസ് തുറന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി തുടങ്ങി. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് വെയർഹൌസ് തുറന്നത്. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഗോപകുമാർ, EVM നോഡൽ ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ ലിപു S. ലോറൻസ്, ഇലക്ഷൻ ജൂനിയർ സൂപ്രണ്ട് രാജീവ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഡെപ്യൂട്ടി ഡയറക്ടർ KV ഹരിദാസ്, ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസർമാർ, പഞ്ചായത്ത് ബ്ലോക്ക് മുനിസിപ്പൽ സെക്രട്ടറിമാർ, വിവിധ നിയോജക മണ്ഡലങ്ങളിലെ വരണാധികാരികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വെയർഹൌസ് തുറക്കുമ്പോൾ കനത്ത പോലീസ് സുരക്ഷയും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്ത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ 100% സീറ്റുകളും UDF തൂത്തുവാരുമെന്ന് കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല MLA അഭിപ്രായപ്പെട്ടു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ UDF സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണന്റെയും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പിലിക്കോട് ഗ്രാമപഞ്ചായത്തുകളിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രചരണ പൊതുയോഗം കാലിക്കടവ് ടൗണിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലില്ലായ്മ പരിഹരിക്കുവാൻ നടപടിയില്ലാത്ത LDF ഭരണത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം പിൻവാതിൽ നിയമനങ്ങൾ എത്രയാണ് നടത്തിയതെന്ന് നിയമസഭയിൽ താൻ ചോദ്യമുന്നയിച്ചപ്പോൾ 3 ലക്ഷം പേരെയാണെന്ന് രേഖാമൂലം മറുപടി തന്നുവെന്നും CPMകാരെയും പാർട്ടി നേതാക്കളുടെ ബന്ധുക്കളെയുമായി 10,000-ങ്ങളെയാണ് നിയമിച്ചതെന്ന് ഇത് വ്യക്തമാക്കുന്നതായി ചെന്നിത്തല പറഞ്ഞു. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്തെങ്കിലും നടപടി ഗവൺമെന്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ നിയമസഭയിൽ ചോദ്യം ചോദിച്ചു. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എത്ര ആളുകളെ താൽക്കാലിക ജീവനക്കാരായി നിയമിച്ചു? പിൻവാതിലൂടെ 3 ലക്ഷം പേരെയാണ്. ഈ ഗവൺമെന്റ് 3 ലക്ഷം പേരെയാണ് പിൻവാതിലൂടെ നിയമിച്ചത്. ബോർഡുകളിൽ, കോർപ്പറേഷനുകളിൽ, ഇലക്ട്രിസിറ്റി ബോർഡിൽ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ 3 ലക്ഷം പേരെ ഇൻ്റർവ്യൂ ഇല്ലാതെ, എഴുത്തു പരീക്ഷയില്ലാതെ നിയമിച്ച ഒരു ഗവൺമെൻറ്. അതിൽ 80% കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കളും ബന്ധുക്കളും സഹപ്രവർത്തകരുമാണ്. പഞ്ചായത്ത് UDF ചെയർമാൻ നിഷാം പട്ടേൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണൻ, DCC പ്രസിഡന്റ് PK ഫൈസൽ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബഷീർ വെള്ളിക്കോത്ത്, KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, CMP ജില്ലാ സെക്രട്ടറി TV ഉമേശൻ, KP പ്രകാശൻ, KV ഗംഗാധരൻ, രവി കുളങ്ങര, AV കുഞ്ഞികൃഷ്ണൻ, MP മനോഹരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
മഞ്ചേശ്വരം ബായാർ പദവിലെ ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദം കത്തുന്നു. യുവജന നേതാവിനും സുഹൃത്തുക്കൾക്കുമെതിരെ ശബ്ദ സന്ദേശങ്ങൾ പ്രചരിച്ചതാണ് വിവാദത്തിലേക്ക് നയിച്ചത്. ഇവർ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചുവെങ്കിലും കള്ളപ്രചരണം തുടരുകയാണെന്ന ആരോപണവുമായി ആസിഫിന്റെ ഉമ്മ രംഗത്തെത്തി. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് 1 വർഷമാകാറായിട്ടും എന്ത് സംഭവിച്ചു എന്നറിയില്ലെന്നും ആസിഫിന്റെ ഉമ്മ വ്യക്തമാക്കി. മഞ്ചേശ്വരം ബായാർ പദവിലെ ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദം കത്തുന്നതിനിടെ തെറ്റായ പ്രചരണം തുടരുകയാണെന്ന ആരോപണവുമായി ആസിഫിന്റെ ഉമ്മ രംഗത്തെത്തി. യുവജന നേതാവിനും സുഹൃത്തുക്കൾക്കുമെതിരെ ശബ്ദ സന്ദേശങ്ങൾ പ്രചരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് 1 വർഷമാകാറായിട്ടും എന്ത് സംഭവിച്ചു എന്നറിയില്ലെന്നും ആസിഫിന്റെ ഉമ്മ പറഞ്ഞു. എൻ്റെ മോനെ കൊല ചെയ്തത് എനിക്ക് നല്ലോണം ഇതുണ്ട്. കൊല ചെയ്തത് തന്നെ അത് ഞങ്ങൾക്ക് സംശയം എനിക്ക് ആദ്യം മേടിയിട്ടില്ല. എനിക്കറിയാതെ വന്നിന് ഈ കോൺഗ്രസിൻ്റെ വന്നിന് ഇതാക്കി. പിന്നെ ഈ മുസ്തഫ ചെല്ലിന് ആൾക്കൊരു വാക്ക് തന്നിന്, ഞാൻ ഈ കേസിന് എന്തായെങ്കിലും തെളിയിക്കും, നിങ്ങൾക്ക് ഇതാക്കിയിട്ട് തരുമെന്നിട്ട് ചെല്ലിന്. ആ ഒരു സമാധാനം ഉണ്ടെനിക്ക്. എൻ്റെ മോൻ മരിച്ച് പിന്നെ ഈ കേസുമായിട്ട് ഇതാക്കിയിട്ട് ആരും എൻ്റെ വീട്ടിൽ കാര്യം വന്നിട്ടും ഇല്ല. എനിക്ക് എന്ത് ഒരു സമാധാനം ഇതാക്കിയിട്ടില്ല. ഫസ്റ്റ് ഈ സംഭവം നടന്ന ടൈമിൽ ഓർമ്മ ഇതാക്കിയിട്ട് എന്നെ കൊടുക്കും ക്രൈംബ്രാഞ്ചിന് കേസ് ഇതാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടേ. ഇപ്പോൾ 1 കൊല്ലമായിക്കൊണ്ടിരുന്നു. ഇന്നോളം ഇത് അന്വേഷണം കിട്ടിയിട്ടുമില്ല. എനിക്ക് എന്തെന്നിട്ട് അറിയില്ല. ഇതിനോട് ഈ ഭാഗത്തിൽ വന്നിട്ടും ഇല്ല. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നിലപാട് ശക്തമാക്കിയ കുടുംബം കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് ഉന്നത അന്വേഷണത്തിന് ശ്രമം നടത്തിവരികയാണെന്നും അത് മാത്രമാണ് ഇപ്പോൾ തങ്ങൾക്ക് ഏക ആശ്വാസമെന്നും അഭിപ്രായപ്പെട്ടു. ജനുവരി 15-നാണ് പൈവളികെ കയർക്കട്ടയിൽ റോഡരികിൽ നിർത്തിയിട്ട ലോറിയിൽ മുഹമ്മദ് ആസിഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലോറിയുടെ ഉള്ളിലും ഡ്രൈവറുടെ സീറ്റിന് സമീപമുള്ള ഡോറിലും രക്തക്കറ കണ്ടെത്തിയിരുന്നു. ആസിഫ് പുലർച്ചെ 2 മണിക്ക് വീട്ടിൽ നിന്നും ടിപ്പർ ലോറിയുമായി പുറത്തേക്കിറങ്ങിയതാണെന്നാണ് ബന്ധുക്കൾ പോലീസിനും പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചിനും മൊഴി നൽകിയത്. വീട്ടിൽ നിന്നും മാറി 3 കിലോമീറ്റർ അകലെയാണ് ലോറിയും മൃതദേഹവും കണ്ടെത്തിയത്. മഞ്ചേശ്വരം പോലീസ് അസ്വാഭാവിക മരണത്തിനെടുത്ത കേസ് നിലവിൽ അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ്. മരണം നടന്നു 1 വർഷമാകാറായിട്ടും കേസിൽ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും വ്യക്തമായ ഒരു നിഗമനത്തിലെത്തുവാനും ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടില്ലെന്നാണ് കുടുംബം പറയുന്നത്. മരണം കൊലപാതകമെന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്ന ചില ശബ്ദ സന്ദേശങ്ങൾ കൊലപാതകമാണെന്ന നിഗമനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും കുടുംബം ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോട്ട് തോണിയിലേറിയും തെരഞ്ഞെടുപ്പ് പ്രചാരണം. പടന്ന ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി PC സുബൈദയ്ക്ക് വോട്ടഭ്യർത്ഥിച്ചാണ് പഴമയുടെ തനിമയുമായി പ്രചാരണമൊരുക്കിയത്. താരപ്രചാരകനായി സിനിമാ നടൻ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ കൂടി എത്തിയതോടെ രംഗം കളറായി. പ്രിയപ്പെട്ടവരെ, ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പടന്ന ഗ്രാമപഞ്ചായത്തിലേക്ക് 14-ാം വാർഡായ തെക്കേക്കാടിൽ നിന്നും ജനവിധി തേടുന്ന സഖാവ് PC സുബൈദയ്ക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഡിസംബർ 11-ന് നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി തെക്കേക്കാട് 14-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് PC സുബൈദയ്ക്ക് കവ്വായി കായലിലാണ് കോളാമ്പിയും മൈക്കും തോരണങ്ങളുമെല്ലാമായി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുള്ള പ്രചരണ യാത്ര നടന്നത്. വ്യത്യസ്തമായ ഈ പ്രചരണം മുതിർന്നവർക്ക് ഗതകാല സ്മരണകളും പുതുതലമുറയിലുള്ളവർക്ക് നവ്യാനുഭവവും പകർന്നു.
CPIM ജില്ലാ കമ്മിറ്റി അംഗവും പടന്ന ഗ്രാമപഞ്ചായത്ത് തെക്കേക്കാട് 14-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയുമായ PC സുബൈദയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് പഴയകാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഈ പ്രചരണം നടന്നത്. പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററാണ് തോണി പ്രചാരണത്തിൽ അനൗൺസറായി എത്തിയത്. വോട്ടഭ്യർത്ഥനയും പാട്ടുമെല്ലാമായി തദ്ദേശ ആവേശം തോണിയിലേറി ഓളപ്പരപ്പിലൂടെ നീങ്ങുന്ന കാഴ്ച മനോഹരമായ അനുഭവമാണ് സമ്മാനിച്ചത്. പ്രിയപ്പെട്ടവരെ, ഡിസംബർ 11 നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പടന്ന തെക്കേക്കാടിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് PC സുബൈദക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. ലാൽ സലാം സഖാക്കളേ ലാൽ സലാം, ലാൽ സലാം സഖാക്കളേ ലാൽ സലാം, 100 പൂക്കളെ 100 പൂക്കളെ ലാൽ സലാം സഖാക്കളേ ലാൽ സലാം. സഖാവ് PC സുബൈദക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. 2.5 പതിറ്റാണ്ട് മുൻപൊക്കെ ഇവിടെ തോണിയിലേറിയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നിരുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബണ്ട് നിർമ്മിച്ച് തെക്കേക്കാടേക്ക് വാഹന ഗതാഗത സൗകര്യം എത്തിച്ചതോടെയായിരുന്നു ഈ രീതിയിലുള്ള പ്രചാരണം അന്യമായത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടുപിടിച്ച പ്രചരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അപ്പം എൻ്റെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു 2.5 കിലോമീറ്റർ മാത്രമുള്ള ഒരു പ്രദേശമായിരുന്നു തെക്കേക്കാട് 10-25 വർഷങ്ങൾക്ക് മുമ്പ്. ആ 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പ്രചരണ പ്രവർത്തനം എന്ന് പറയുന്നത് തോണിയിലൂടെ കോളാമ്പി മൈക്ക് കെട്ടിയിട്ടുള്ള പ്രചരണ പ്രവർത്തനമായിരുന്നു ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നത്. അത് ഇന്നിപ്പോൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു പ്രചരണ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രീതി നമ്മൾ അവലംബിച്ചത് വേറൊന്നുമല്ല, പുതിയ തലമുറയ്ക്ക് 10-25 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചരണ രീതി എന്തായിരുന്നു എന്നുള്ളത്, പഴമയുടെ തനിമ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പ്രചരണ പ്രവർത്തനം പുതിയ തലമുറക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ നല്ലൊരു ആവേശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുത്ത സഖാക്കളടക്കം അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിൽ ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ മാഷാണ് അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. തെക്കേക്കാട് തെക്ക് ബോട്ട് ജെട്ടിയിൽ നിന്നും തുടങ്ങി വടക്കേക്കാട് പുറത്താൾ പ്രദേശങ്ങളിലൂടെ കടന്ന് ബണ്ട് പരിസരം വരെ തോണിയിലൂടെ പ്രചാരണം തുടർന്നു. ഏവരിലും ആവേശം നിറച്ചാണ് ഒരു പകൽ നീണ്ട പ്രചാരണം നടന്നത്. തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ് പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിലെ LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും തോണിയിലൂടെ വോട്ടഭ്യർത്ഥന നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കവാടത്തിൽ ഇലക്ട്രിക് മുച്ചക്ര വാഹനത്തിൽ സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുവാനെത്തിയ ഉദ്ഘാടകനെ കണ്ട കുട്ടികളിൽ സംശയവും ഒപ്പം കൗതുകവും ഉണ്ടായി. മറ്റൊന്നുമല്ല, ഫ്ളാഗ് ഓഫ് ചെയ്യുവാനുള്ള ഫ്ളാഗ് കാണാനില്ല. എന്നാൽ മിനിറ്റുകൾക്കകം വിസ്മയം തീർത്ത് ഉദ്ഘാടകൻ ഉമേഷ് ചെറുവത്തൂർ തൻ്റെ കയ്യിലുള്ള വടിക്കുള്ളിൽ നിന്നും നീല നിറത്തിലുള്ള ഫ്ളാഗ് പുറത്തെടുത്ത് വീശി. ഭിന്നശേഷി കുട്ടികൾ സമൂഹത്തിൻ്റെ ഉയർന്ന നിലയിലേക്ക് അവരുടെ സ്വപ്നങ്ങളും കഴിവുകളും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഔപചാരികമായി തൃക്കരിപ്പൂർ ടൗണിലെ കൂലേരി ഗവൺമെൻറ് LP സ്കൂളിൽ ഡിസംബർ 3 നടക്കുന്ന കാസർഗോഡ് ജില്ലാതല ഭിന്നശേഷി ദിനാചരണത്തിൻ്റെ പ്രചരണാർത്ഥം വിദ്യാർത്ഥികളും അധ്യാപകരും നടത്തിയ സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുവാനാണ് പ്രമുഖ മാന്ത്രികനും ഭിന്നശേഷി കലാകാരനുമായ ഉമേഷ് ചെറുവത്തൂർ എത്തിയത്. സാമൂഹ്യ പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് തൃക്കരിപ്പൂരിൽ ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനാചരണം നടക്കുന്നത്. പരിപാടിയുടെ പ്രചരണാർത്ഥം തൃക്കരിപ്പൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും തങ്കയത്തേക്ക് നടത്തിയ സൈക്കിൾ റാലിയിൽ തൃക്കരിപ്പൂർ സെൻറ് പോൾസ് AUP സ്കൂളിലെയും തൃക്കരിപ്പൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും 150ഓളം വിദ്യാർത്ഥികളും സൈക്കിൾ യാത്രികരായ അധ്യാപകരുമാണ് പങ്കെടുത്തത്.
ഉദ്ഘാടന ചടങ്ങിൽ ചെറുവത്തൂർ BRC ട്രെയിനർ P. രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ VV സുബ്രഹ്മണ്യൻ, EK ബൈജ, M. അശോകൻ, നവീൻ നാരായണൻ എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ ടൗൺ, ബീരിച്ചേരി എന്നിവിടങ്ങളിലൂടെ ചുറ്റി തങ്കയം സ്കൂൾ പരിസരത്തേക്ക് വിദ്യാർത്ഥികൾ പ്ലക്കാർഡുകൾ സ്ഥാപിച്ചാണ് സൈക്കിൾ റാലിയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഒളിവിൽ കഴിയുകയായിരുന്ന ബലാത്സംഗ കേസിലെ പ്രതിയെ ലക്നൌവിൽ നിന്നും പിടികൂടി വിദ്യാനഗർ പോലീസ്. 11 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്ന ചെമ്മനാട് സ്വദേശി അബ്ദുൽ ഷഹീൽ എന്നയാളെയാണ് വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയത്. ഐഡന്റിറ്റി കാർഡും മറ്റും തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഫ്ളാറ്റിലെത്തിച്ച് അതിജീവിതയെ 3 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്ത കേസിലെ 2ാം പ്രതിയാണ് ഇയാൾ. ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന യുവാവിനെ 11 വർഷത്തിനു ശേഷം വിമാനത്താവളത്തിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. ചെമ്മനാട്ടെ അബ്ദുൽ ഷഹീലിനെയാണ് വിദ്യാനഗർ പോലീസ് ലക്നൌവിൽ നിന്നും പിടികൂടിയത്. തിരിച്ചറിയൽ കാർഡും മറ്റും തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഫ്ളാറ്റിലെത്തിച്ച് അതിജീവിതയെ 3 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്ത കേസിലെ 2ാം പ്രതിയാണ് പിടിയിലായത്. 2014 ആലമ്പാടിയിലെ ഫ്ളാറ്റിലായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത്. 309/14 വിദ്യാനഗർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ചെമ്മനാട് ദേളി സ്വദേശി ഷമീർ PM ആണ് 1ാം പ്രതി. മുട്ടത്തൊടി ആലമ്പാടി സ്വദേശി ഷമീർ എന്നെ 3ാം പ്രതിയുമാണ്. ഇവരെ കോടതി വെറുതെ വിട്ടിരുന്നു. സംഭവത്തിനു ശേഷം അന്ന് മുങ്ങിയ കേസിലെ 2ാം പ്രതിയായ അബ്ദുൽ ഷഹീൽ 11 വർഷത്തോളം ഗൾഫിലായിരുന്നു. വിചാരണ വേളയിൽ കോടതിയിൽ ഹാജരായില്ല. പ്രതിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. നാട്ടിലേക്ക് മടങ്ങുവാനുള്ള ശ്രമത്തിനിടെയാണ് ലക്നൗ വിമാനത്താവളത്തിൽ നിന്നും പോലീസ് ഇയാളെ പിടികൂടിയത്. കാസർഗോഡ് ASP ഡോക്ടർ നന്ദഗോപന്റെ നിർദ്ദേശപ്രകാരം വിദ്യാനഗർ ഇൻസ്പെക്ടർ ഷൈൻ KPയുടെ നേതൃത്വത്തിൽ വിദ്യാനഗർ സബ് ഇൻസ്പെക്ടർ സഫ്വാൻ, CPO പ്രജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശച്ചൂടിലാണ് കുമ്പള പഞ്ചായത്തിലെ 4ാം വാർഡായ ബംബ്രാണ. ശക്തമായ പ്രചാരണവുമായി UDF സ്ഥാനാർത്ഥി MP ഖാലിദ് വാർഡിൽ സജീവമാണ്. ജനകീയനും സാമൂഹിക പ്രവർത്തകനുമായ MP ഖാലിദ് വീടുകളിൽ നേരിട്ടെത്തിയും യോഗങ്ങളിൽ പങ്കെടുത്തുമാണ് വോട്ടഭ്യർത്ഥന നടത്തുന്നത്. കുമ്പള പഞ്ചായത്തിൽ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് UDF കണക്കുകൂട്ടുന്ന പ്രധാന സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് MP ഖാലിദ്. കുമ്പള പഞ്ചായത്തിലെ പ്രധാന വാർഡുകളിലൊന്നായ 4ാം വാർഡായ ബംബ്രാണ വാർഡിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കി UDF. ജനകീയനും സാമൂഹിക പ്രവർത്തകനുമായ MP ഖാലിദ് സ്ഥാനാർത്ഥിയായി കളത്തിലുള്ളതിനാൽ തന്നെ മികച്ച ഭൂരിപക്ഷമായിരിക്കും ഇത്തവണ ലഭിക്കുകയെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. UDFന്റെ പ്രതീക്ഷകളെ യാഥാർത്ഥ്യമാക്കുന്നതിനായി ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രചരണമാണ് MP ഖാലിദ് നടത്തുന്നത്. വീടുകളിൽ നേരിട്ടെത്തിയും യോഗങ്ങളിൽ പങ്കെടുത്തുമാണ് വോട്ടഭ്യർത്ഥന നടത്തുന്നത്. പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളുമെല്ലാം ഖാലിദിനൊപ്പം പ്രചരണ പരിപാടികളിൽ സജീവമാണ്. വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്ന MP ഖാലിദ് വികസനത്തിന് പ്രാധാന്യം നൽകുമെന്നും നാടിന് ആവശ്യമുള്ള കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടുമെന്നും ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടാകുമെന്നും ഉറപ്പു നൽകുന്നു. നമ്മളിപ്പോൾ നമ്മുടെ ബംബ്രാണ 4ാം വാർഡ് ജനവിധി തേടുന്ന വാർഡിൻ്റെ മധ്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ജമാഅത്ത് പള്ളിയാണിത്. പിന്നെ ഫീൽഡ് 1ാം ഘട്ടം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും കിട്ടിയ റിസൾട്ട് കഴിഞ്ഞ കാലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ വരേണ്ട ആവശ്യമില്ല, ഞങ്ങൾ 100% തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം ഏതായാലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും നിങ്ങൾക്കാണ് വോട്ട്. അത് നിങ്ങളെ വിജയിപ്പിച്ച് ഞങ്ങളുടെ നാടിനെ നല്ല രീതിയിൽ ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസനത്തിനും വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നിങ്ങളെ എന്തായാലും ഞങ്ങൾ തിരഞ്ഞെടുത്ത് പഞ്ചായത്തിലെ അയക്കുമെന്നാണ് എല്ലാവരും അറിയിച്ചിട്ടുള്ളത്. അതിയായ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ഞങ്ങളുടെ കൂടെ രാവിലെ മുതൽ ഞങ്ങൾ പല ഭാഗങ്ങൾക്ക് എല്ലാ ഭാഗത്തും കുറച്ച് ആളെ ഇട്ടിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല റിസൾട്ടാണ് നാട്ടുകാരുടെ നല്ലവരായ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകനും കാരുണ്യ പ്രവർത്തകനുമായതിനാൽ പരിചയപ്പെടുത്തലിന്റെ ഔപചാരികതയില്ലാതെയാണ് MP ഖാലിദ് നാട്ടുകാരുടെ ഇടയിൽ വോട്ടഭ്യർത്ഥന നടത്തുന്നത്. വാർഡിലെ എല്ലാ ഇടങ്ങളിലുമെത്തി വോട്ടുറപ്പിക്കുന്ന ഖാലിദ് തന്റെ സേവന പ്രവർത്തനങ്ങളിലും സജീവമാണ്. ഇത്തരത്തിൽ മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കിയതോടെ കുമ്പള പഞ്ചായത്തിലെ 4ാം വാർഡായ ബംബ്രാണ വാർഡിൽ തെരഞ്ഞെടുപ്പ് ആവേശം അലതല്ലുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. BJP ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡ് കുടുംബയോഗം നടന്നു. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി ഉദ്ഘാടനം ചെയ്തു.
BJP ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് ബൂത്ത് കമ്മിറ്റിയുടെ കുടുംബയോഗം അരമങ്ങാനം ഛത്രപതി ശിവാജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ വെച്ച് നടന്നു. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി യോഗം ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് സീതാരാമൻ അധ്യക്ഷത വഹിച്ചു. കരുണാകരൻ KR, ജില്ലാ സെക്രട്ടറി പുരുഷോത്തമൻ, സ്ഥാനാർത്ഥി ഗണേഷ് B എന്നിവർ സംസാരിച്ചു. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന തലത്തിൽ വീണ്ടും മികവ് തെളിയിച്ച് പീസ് ക്രിയേറ്റീവ് കുഞ്ചത്തൂർ ഹൊസങ്കടി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ. ഖേലോ ഇന്ത്യ അസ്മിത പെൻകാക് സീലാറ്റ് ലീഗ് 2025-26 കരാട്ടെ മത്സരത്തിൽ ഉജ്ജ്വല വിജയം നേടിയാണ് കുട്ടികൾ അഭിമാന നേട്ടം കരസ്ഥമാക്കിയത്. ശനിയാഴ്ച ചിക്കമംഗളൂരുവിലെ DYES ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങളിൽ പീസ് ക്രിയേറ്റീവ് കുഞ്ചത്തൂർ ഹൊസങ്കടി സ്കൂളുകളിൽ നിന്നും പങ്കെടുത്ത 13 വിദ്യാർത്ഥികളിൽ 6 പേർ സ്വർണവും 3 പേർ വെള്ളിയും ഒരാൾ വെങ്കലവും നേടിയാണ് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചത്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയും പരിശീലകരും നൽകിയ മികച്ച പരിശീലനവും മാർഗനിർദ്ദേശങ്ങളുമാണ് വിദ്യാർത്ഥിനികളുടെ പ്രകടനത്തിൽ നിർണായകമായതെന്ന് അധികൃതർ പറഞ്ഞു. നിരന്തരമായ പരിശ്രമം, അത്ലറ്റുകളുടെ ആത്മവീര്യം എന്നിവയാണ് ഈ വിജയത്തിന് പിന്നിലെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. വിജയികളായ വിദ്യാർത്ഥികളെ സ്കൂൾ ചെയർമാൻ ഹാജി അബ്ദുൾ റഹ്മാൻ അരിമലയും പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദറും അഭിനന്ദിച്ചു. വരും ദിവസങ്ങളിലും സംസ്ഥാന ദേശീയ തലങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ഇവർക്ക് എല്ലാ പിന്തുണയും ആശംസകളും നേരുന്നുവെന്നും ഇവർ വ്യക്തമാക്കി. സമീപകാലത്ത് നടന്ന ദക്ഷിണ കന്നഡ ജില്ലാതല കരാട്ടെ ചാമ്പ്യൻഷിപ്പിലും പീസ് ക്രിയേറ്റീവ് സ്കൂൾ വിദ്യാർത്ഥികൾ മികവ് തെളിയിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ഐവയ്ക്ക് ഇനി മുതൽ ഐവ പ്രീമിയം കോശ്യൂറിൻ്റെ പ്രൗഢിയും. പ്രീമിയം ഡിസൈനർ കളക്ഷനുകൾക്കായുള്ള ഈ പ്രത്യേക ഇടത്തിൽ നിന്നും ഉപഭോക്താക്കൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കാം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ ജാബിർ ആൻഡ് ഷൈമ ദമ്പതികൾ മുഖ്യാതിഥികളായി പങ്കെടുക്കുകയും ഐവ പ്രീമിയം കോശ്യൂറിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. വസ്ത്രവ്യാപാര രംഗത്ത് കാസർഗോഡിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഐവ സിൽക്സ് ഉപഭോക്താക്കൾക്കായി ഐവ പ്രീമിയം കോശ്യൂർ കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ്. പ്രീമിയം ഡിസൈനർ കളക്ഷനുകൾക്കായുള്ള ഈ പ്രത്യേക ഇടത്തിൽ നിന്നും ഉപഭോക്താക്കൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കുവാനാകുമെന്നതാണ് ഇതിൻ്റെ സവിശേഷത. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ ജാബിർ ആൻഡ് ഷൈമ ദമ്പതികൾ മുഖ്യാതിഥികളായി പങ്കെടുക്കുകയും ഐവ പ്രീമിയം കോശ്യൂറിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ₹10,000 മുതൽ ആരംഭിക്കുന്ന ഉയർന്ന നിലവാരത്തിലുള്ള പാർട്ടി വെയർ ചുരിദാറുകൾ കോശ്യൂർ വിഭാഗത്തിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. അപൂർവ ഡിസൈനർ പീസുകളും ക്യൂറേറ്റഡ് പ്രീമിയം വസ്ത്രങ്ങളുമാണ് ഈ പുതിയ ലോഞ്ചിൻ്റെ പ്രത്യേകത. കാസർഗോട്ടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ആഡംബരപൂർണവും ഡിസൈനർ കേന്ദ്രീകൃതവുമായ ഒരു ഷോപ്പിംഗ് അനുഭവം നൽകുന്നതിനായാണ് ഐവ പ്രീമിയം കോശ്യൂർ വിഭാഗം ആരംഭിച്ചിരിക്കുന്നത്. പ്രീമിയം ഫാഷനോടുള്ള ഐവയുടെ പ്രതിബദ്ധത തെളിയിക്കുന്നതുകൂടിയാണ് കോശ്യൂർ വിഭാഗത്തിലെ എക്സ്ക്ലൂസീവ് ഫാഷൻ വസ്ത്രങ്ങൾ. ഡിസംബർ 1 മുതൽ ഐവ പ്രസ്റ്റീജ് വീക്ക് എന്ന പേരിൽ 28 വർഷത്തെ പാരമ്പര്യത്തിൻ്റെ വിപുലമായ ആഘോഷവും ഐവ സിൽക്സിൽ ആരംഭിച്ചു. ആഘോഷത്തിൻ്റെ ഭാഗമായി കൂപ്പൺ അടിസ്ഥാനമാക്കിയുള്ള നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് ₹10,000 വിലമതിക്കുന്ന ഷോപ്പിംഗ് വൗച്ചർ നേടുവാനുള്ള അവസരവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. 5 ദിവസങ്ങളിലായി നടന്നുവന്ന ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. ഉത്സവ ആഘോഷത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ മുതൽ പൂമാരുതൻ, രക്തചാമുണ്ടി, ഭഗവതി, വിഷ്ണുമൂർത്തി, പടിഞ്ഞാറെ ചാമുണ്ടി, ഗുളികൻ എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട് നടന്നു. അന്നദാനവും തുലാഭാര സമർപ്പണവും നടന്നു. വാരിക്കാട്ടപ്പൻ മഹിഷമർദിനി ക്ഷേത്രം,
നായക്കരവളപ്പ്, മല്ലികാർജുന ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കുള്ള വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ എഴുന്നള്ളത്തും തുടർന്ന് തേങ്ങയേറും നടന്നു. രാത്രി വിഷ്ണുമൂർത്തി തെയ്യം തിരുമുടി അഴിച്ചതോടുകൂടി 5 നാൾ നീണ്ട കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭിന്നശേഷിക്കാരുടെ ദേശീയ സംഘടനയായ സക്ഷമ കാസർഗോഡ് ജില്ലാ സമിതിയുടെ മഹിളാ ആയാമിന്റെ നേതൃത്വത്തിലുള്ള കുടുംബ സംഗമം കാഞ്ഞങ്ങാട് നിത്യാനന്ദാശ്രമത്തിൽ നടന്നു. ആശ്രമം സെക്രട്ടറി KV ഗണേശൻ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരുടെ ദേശീയ സംഘടനയായ സക്ഷമ കാസർഗോഡ് ജില്ലാ സമിതിയുടെ മഹിളാ ആയാമിന്റെ നേതൃത്വത്തിലുള്ള കുടുംബസംഗമം കാഞ്ഞങ്ങാട് നിത്യാനന്ദാശ്രമത്തിൽ വെച്ച് നടന്നു. ആശ്രമം സെക്രട്ടറി KV ഗണേശൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിൽ മൊത്തം ഇതിൻ്റെ പ്രവർത്തകരും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. ഒരു കേരളത്തിൽ ഇന്ന് ഇത് നന്നായിട്ട് നടക്കുന്നത് പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ വളരെ മുന്നിലാണ്. ഇങ്ങനെ ഈ പരിപാടി ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സക്ഷമ ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. പുണ്ടരീകാക്ഷൻ, സുജയ പാണ്ഡ്യൻ, രഘുനാഥ് കാഞ്ഞങ്ങാട്, സുരേഷ് നായക്, രതീഷ് പരവനടുക്കം, CC ഭാസ്കരൻ, TV ഭാസ്കരൻ, സന്തോഷ് നീലേശ്വരം എന്നിവർ സംസാരിച്ചു. ഓമന മുരളി സ്വാഗതവും പ്രസിദ്ധ രഘുനാഥ് നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. BJP നീലേശ്വരം നഗരസഭാ വാർഡ് 13-14 കുടുംബസംഗമം നടന്നു. BJP ദേശീയ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കേശവൻ ഉദ്ഘാടനം ചെയ്തു. BJP നീലേശ്വരം നഗരസഭ വാർഡ് 13-14 കുടുംബസംഗമം BJP ദേശീയ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കേശവൻ ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞവൻ ശബരിമലയിലെ രാഹുൽ, ഓനെ പിടിച്ചു പോലീസ്. മറ്റേ രാഹുലിനെ കിട്ടിയില്ല, മറ്റേ രാഹുലിനെ കിട്ടി. നാളെ ഇപ്പം ശരിയായ രാഹുലിനെ കിട്ടും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഡൽഹിയിൽ ഒരു മരമണ്ടനായ രാഹുൽ ഒളിച്ചു കിടക്കുന്നത്. നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന പത്രത്തിൽ കോടിക്കണക്കിന് രൂപ തട്ടിച്ചപ്പോ കഴിഞ്ഞ മാസം പാർലമെന്റിൽ വെച്ചിട്ട് നമ്മളെ നരേന്ദ്രമോദിജി പറഞ്ഞു കട്ടവനായാലും അവൻ പിടിച്ചിരിക്കും. കേസ് വന്നു. അമ്മക്കും മോനും, അമ്മയും മോനും. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടില്ലല്ലോ, ഞെട്ടിപ്പോയി. കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം വാങ്ങുന്നു. വലിയ വാർത്തയാണ്. ഞാൻ വിചാരിച്ചു പുതിയ ആളായിരിക്കും രാഹുൽ ഗാന്ധി. അടുത്ത പ്രാവശ്യം രാഹുൽ ഗാന്ധി സ്ഥാനം ഒഴിയുന്നു. ആരാ? സോണിയാഗാന്ധി. നീലേശ്വരം നഗരസഭയിൽ BJP പ്രധാന പ്രതിപക്ഷമായി ഈ തെരഞ്ഞെടുപ്പോടെ ഉയർന്നുവരുമെന്നും ഇതോടുകൂടി കേന്ദ്രത്തിന്റെ നിരവധിയായ വികസന പദ്ധതികൾ നഗരസഭയ്ക്ക് ലഭ്യമാകുമെന്നും ഇടത് വലതു മുന്നണികൾക്ക് രാഷ്ട്രീയ ധാർമ്മികത നഷ്ടപ്പെട്ടുവെന്നും ജനകീയ വിഷയങ്ങൾക്ക് പകരം അഴിമതിയുടെയും ലൈംഗിക അരാജകത്തിന്റെയും കഥകൾ മാത്രമാണ് അവർക്ക് പറയാനുള്ളതെന്നും ജനങ്ങൾക്ക് ആകെയുള്ള പ്രതീക്ഷ ഇനി BJP ആണെന്നും BJP വികസന രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നതെന്നും അഡ്വക്കേറ്റ് കേശവൻ അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ ബൂത്ത് പ്രസിഡന്റ് മനോജ് കപ്പടക്കാൽ അധ്യക്ഷത വഹിച്ചു. BJP നീലേശ്വരം മണ്ഡലം പ്രസിഡന്റും 13-ാം വാർഡ് ചാത്തമത്ത് സ്ഥാനാർത്ഥിയുമായ സാഗർ ചാത്തമത്ത്, 14-ാം വാർഡ് പൂവാലം കൈ സ്ഥാനാർത്ഥി ശരണ്യ സുനിൽ, PU വിജയകുമാർ, രാജീവൻ ചീമേനി, P മോഹനൻ, സുനിൽ കുമാർ വട്ടപ്പൊയിൽ, ജയന്തി, അജയൻ, സത്യഭാമ, കൃഷ്ണപ്രിയ എന്നിവർ സംസാരിച്ചു. VV രവിചന്ദ്രൻ സ്വാഗതവും K സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. 200ഓളം ആളുകൾ കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംസ്ഥാനത്തെ വികസനമെല്ലാം കൊണ്ടുവന്നത് UDF സർക്കാരുകളാണെന്ന് രമേശ് ചെന്നിത്തല. അച്ചാനൂർ പഞ്ചായത്ത് തീരദേശ മേഖല UDF തെരഞ്ഞെടുപ്പ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വികസനമെല്ലാം കൊണ്ടുവന്നത് UDF സർക്കാരുകളാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അജാനൂർ കടപ്പുറം മൈത്രി ഭവൻ കോമ്പൗണ്ടിൽ ചേർന്ന അജാനൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടത്തിയ തീരദേശ മേഖല UDF കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്മാർട്ട് സിറ്റി, വിമാനത്താവളങ്ങൾ, നിരവധി സർവകലാശാലകൾ, ജില്ലകൾ തോറും മെഡിക്കൽ കോളേജുകൾ, വിഴിഞ്ഞം പദ്ധതി തുടങ്ങിയവയെല്ലാം കൊണ്ടുവന്നത് കോൺഗ്രസ് നേതൃത്വം നൽകിയ UDF സർക്കാരുകളാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം, IT മേഖലകളിലെല്ലാം അങ്ങനെ വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങളാണ് UDF സർക്കാരുകൾ കൊണ്ടുവന്നതെന്നും എന്നാൽ ഇതിനെല്ലാം എതിർത്ത് തകർക്കാൻ നോക്കിയവരാണ് LDF സർക്കാർ എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ശബരിമലയിൽ അയ്യപ്പ ഭക്തർ കാണിക്കയായി തന്ന സ്വർണ്ണ വിഗ്രഹങ്ങൾ കളവിന് കൂട്ടുനിന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലൊട്ടാകെ UDFന് അനുകൂലമായ ഒരു തരംഗം ഇന്ന് ആഞ്ഞടിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF 2010 ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പഞ്ചായത്തുകളിൽ 70% നമ്മൾ വിജയിച്ചിരുന്നു.
ഇത്തവണ അതിനേക്കാൾ വലിയ തോതിൽ 70% വലിയ തോതിൽ UDF വിജയിക്കാൻ പോവുകയാണ്. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഭരണമാറ്റമാണ്. 10 വർഷം ഈ നാട് ഭരിച്ച ഇടതുമുന്നണിയുടെ ദുർഭരണത്തിനെതിരായിട്ടാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. ഇവിടെ ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പ്രയാസപ്പെടും. ഇന്ത്യയിൽ വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ കേരളമാണ് 1ാം സ്ഥാനം. തൊഴിലില്ലായ്മ പെരുകുന്നു. ഇന്ത്യയിൽ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ കേരളമാണ് 1ാം സ്ഥാനം. ആരോഗ്യരംഗം തകരുന്നു, വിദ്യാഭ്യാസ രംഗം തകരുന്നു. കേരള മോഡൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആരോഗ്യരംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും പ്രവർത്തനങ്ങൾ നേട്ടങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാകുന്നു. മുസ്ലിം ലീഗ് നേതാവ് സി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ, KPCC ജനറൽ സെക്രട്ടറി K നീലകണ്ഠൻ, മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റ് അംഗം ബഷീർ വെള്ളിക്കോത്ത്, സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി, ജില്ലാ UDF കൺവീനർ A ഗോവിന്ദൻ നായർ, മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗം A ഹമീദ് ഹാജി, ബാലകൃഷ്ണൻ പെരിയ, CMP ജില്ലാ സെക്രട്ടറി CV തമ്പാൻ, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, PV സുരേഷ്, ബഷീർ ആറങ്ങാടി, ധന്യ സുരേഷ്, മീനാക്ഷി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. KK ബാബു, K വേണു സ്ഥാനാർത്ഥികളായ ജില്ലാ പഞ്ചായത്ത് പെരിയ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ജിഷ രാജു, സുമിത, നദീർ കുത്തിക്കാൽ, C കുഞ്ഞാമിന, ബിന്ദു സൊസൈറ്റി, P അബ്ദുൽ കരീം, ഖാലിദ് അറബിക്കടത്ത്, കുഞ്ഞമ്പു, ലക്ഷ്മി തമ്പാൻ എന്നിവർ സംബന്ധിച്ചു. കോൺഗ്രസ് നേതാവ് K രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ്. കാസർഗോഡ് കളക്ടറേറ്റിലെ വെയർഹൌസ് തുറന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉൾപ്പെടെ പോളിംഗ് സാമഗ്രികൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി തുടങ്ങി. കാലിക്കടവ് ടൗണിൽ UDF പ്രചരണ പൊതുയോഗം നടന്നു. സംസ്ഥാനത്ത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ 100% സീറ്റുകളും UDF തൂത്തുവാരുമെന്ന് രമേശ് ചെന്നിത്തല. മഞ്ചേശ്വരം ബായാർ പദവിലെ ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ മരണം. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് 1 വർഷമാകാറായിട്ടും എന്ത് സംഭവിച്ചു എന്നറിയില്ലെന്ന് ആസിഫിന്റെ ഉമ്മ. കാസർഗോഡ് തോണിയിലേറിയും തെരഞ്ഞെടുപ്പ് പ്രചാരണം. പടന്ന ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി PC സുബൈദയ്ക്ക് വോട്ടഭ്യർത്ഥിച്ചാണ് പഴമയുടെ തനിമയുമായി പ്രചരണം നടന്നത്. ഒളിവിൽ കഴിഞ്ഞത് 11 വർഷം. ബലാത്സംഗ കേസിലെ പ്രതിയെ ലക്നൌവിൽ നിന്നും പിടികൂടി വിദ്യാനഗർ പോലീസ്. BJP ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡ് കുടുംബയോഗം നടന്നു. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.